കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങളെ കാത്തിരിക്കുന്നത് മാരകരോഗം. കരിമ്പിൻ ജ്യൂസ് മെഷീനിൽ നിന്ന് ഗ്രീസ് കലർന്നതിനാൽ ജ്യൂസ് കട പൊട്ടിച്ചു. കണ്ണാറ കരിമ്പിൻ ജ്യൂസ് അടിക്കുന്ന മെഷീനിൽ നിന്ന് ഗ്രീസ് കലർന്ന പാനീയം വിതരണം ചെയ്തിരുന്നത് പ്രതിഷേധത്തെ തുടർന്ന് കട നിർത്തിവെച്ചു. ഞങ്ങൾ പീച്ചിക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് ദാഹിച്ചപ്പോൾ ഇവിടെ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇവിടെ ഇന്നലെ കയറുകയുണ്ടായി. ഇന്നലെ കയറുന്ന സമയത്ത് ഞങ്ങൾ നോക്കുമ്പോൾ ഈ മെഷീൻ ഇങ്ങനെ കറക്കിയിട്ടാണ് ഈ കരിമ്പ് ജ്യൂസ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നോക്കുമ്പോൾ നിലവിൽ ആ ഗ്രീസ് കൊടുക്കുന്ന ഭാഗത്ത് കൂടെ ഈ ഗ്രീസ് ഈ ജ്യൂസിലേക്ക് വരികയും ഈ ജ്യൂസ് ഇതിൽ ഈ കരിമ്പ് ജ്യൂസിൽ ഈ ഇത് മിക്സ് ആവുകയും ചെയ്യണം. അങ്ങനെയാണ് എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആരും അറിയണില്ല. ഐസും കാരണമെല്ലാം ഇടുമ്പോൾ ഇതിൻ്റെ കളറ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഗ്രീസ് കലർത്തിയ ഈ പാനീയം നമ്മൾ കുടിക്കുകയാണ്. ഇതിലൂടെ ഒരുപാട് മാരകമായ അസുഖങ്ങളും കാരണമൊക്കെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങളിന്ന് ഇവിടെ വരികയും വീണ്ടും ഇവിടെ എത്തുമ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ. പിന്നീട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എത്തി കട പൂട്ടിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ബാബു തോമസ്, ഷൈജു കുര്യൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് തുടങ്ങിയവർ സ്ഥലത്തെത്തി പ്രതിഷേധിക്കുകയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് വിവരം അറിയിക്കുകയും ശേഷം ഹെൽത്ത് സൂപ്പർവൈസർ ലെസ്ലിൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ലിമി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സിബി, ആതിര എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി നടപടി സ്വീകരിക്കുകയും ചെയ്തു. തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ട് ഈ കരിമ്പിൻ്റെ ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന മെഷീനുകൾ നമ്മൾ കാണാറുണ്ട്. നമ്മൾ ഒട്ടനവധി ആളുകൾ കരിമ്പിൻ ജ്യൂസ് ഏറ്റവും നല്ല ജ്യൂസാണ്, അത് നമ്മൾ പോയി കുടിക്കാറുമുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വൈഷമ്യത്തെക്കുറിച്ച് നമുക്ക് ആർക്കും അറിയില്ല. അതായത് കരിമ്പിൻ ജ്യൂസ് അടിക്കുന്ന ആ മെഷീനിൽ ഓയിലാണ്, അത് ഓയിൽ ഗ്രീസ് ആണ് ചക്രം കറങ്ങുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിലുള്ള ഓയിൽ, ആ ഗ്രീസ്, അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇറങ്ങി ഈ കരിമ്പിനിൽ ബന്ധപ്പെട്ട് കരിമ്പിൻ ജ്യൂസിനോടൊപ്പം ആ ഓയിലും കൂടിയാണ് മിക്സ് ചെയ്തിട്ട് വരുന്നത്. അത് യാദൃശ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരേ കണ്ണാറ കയറ്റത്ത് ഒരു കരിമ്പിൻ ജ്യൂസ് അടിക്കുന്ന ഒരു ഹിന്ദിക്കാരൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആളുടെ അടുത്ത് ഇങ്ങനെ കരിമ്പിൻ ജ്യൂസ് അടിക്കാൻ നമ്മുടെ സുഹൃത്തുക്കൾ പോയപ്പോൾ അവരുടെ ശ്രദ്ധയിലാണ് അത് പെട്ടത്. ആ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരപ്പോൾ തന്നെ ഈ ഹിന്ദിക്കാരൻ്റെ അടുത്ത് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു, ഇന്നതാണ് ഈ ജ്യൂസ് അടിക്കുന്നത് അപകടമാണ്, രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് എന്ന് പറഞ്ഞ് അവരെ അപ്പോൾ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ആ ജ്യൂസ് അടിക്കുന്ന വ്യക്തി തന്നെ പറയുകയാണ്, അത് ശരിയാണ്, ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നിരുന്നാലും ഞങ്ങളുടെ ഉപജീവനം അല്ലേന്ന് ചോദിച്ചു. പക്ഷത്തിൽ അവിടെ ജ്യൂസ് അടിക്കാനിരിക്കുന്ന വ്യക്തിയല്ല അവിടെ അതിൻ്റെ കാര്യം. തൃശ്ശൂർ ജില്ലയിൽ പലയിടങ്ങളിലായി 10-25ഓളം മിഷൻ വെച്ച് ഇതുപോലെ തന്നെ ജ്യൂസ് അടിക്കുവാൻ ഹിന്ദിക്കാരെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മുതലാളിയുണ്ട്. ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് തന്നെ മുതലാളിനെ വിളിച്ചു. ആ മുതലാളിക്ക് ഒരു ദിവസം കുറഞ്ഞത് ഒരു 20,000 രൂപയെങ്കിലും ഒരു വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ്സാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ മുതലാളി 20,000 രൂപയുടെ വരുമാനം മേടിക്കുമ്പോൾ ഇവിടെ പാവപ്പെട്ടവർ ആസ്പത്രിയിൽ കയറി ഇറങ്ങാൻ പൈസ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആസ്പത്രിയിലേക്ക് മാരകമായ രോഗം വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യമാണ്. ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടറെ വിവരം അറിയിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ സംഭവ സ്ഥലത്തെത്തി അവരുടെ സാന്നിധ്യത്തിൽ അത് പരിശോധിച്ചപ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായി. അതോടുകൂടി ആ കട അവിടെ കരിമ്പിൻ ജ്യൂസ് അടിക്കുന്ന സംവിധാനം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു. പുതിയ മെഷീനറി കൊണ്ടുവന്നിട്ട് ഇന്ന് മുതൽ അടിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ മെഷീൻ അവിടെ കൊണ്ടുവന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മളത് പരിശോധിച്ചിട്ട് അവർക്ക് അംഗീകാരം കൊടുക്കാമെന്ന് ഹെൽത്തിൽ നിന്ന് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതും പ്രകാരമാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കടുത്ത വേനലിൽ ദാഹം മാറ്റുന്നതിനായി കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നവർ സ്റ്റെയിൻലെസ് സ്റ്റീൽ മെഷീനാണെന്ന് ഉറപ്പുവരുത്തി വേണം ജ്യൂസ് കുടിക്കുവാനെന്നും ഇരുമ്പിൻ്റെ മെഷീനിൽ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ ക്യാൻസർ പോലുള്ള മാരകരോഗത്തിന് ഇരകളാകുമെന്നും എല്ലാ കരിമ്പിൻ ജ്യൂസ് മെഷീനുകളും പരിശോധിക്കാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാകണമെന്നും ബാബു തോമസ്, ഷൈജു കുര്യൻ, ജിഫിൻ ജോയ് തുടങ്ങിയവർ പറഞ്ഞു. ഒന്നാമത് കടുത്ത വേനലാണ്. ഈ വേനലിൽ നമുക്ക് ദാഹം മാറ്റാൻ വേണ്ടി ഈ വഴിയോരങ്ങളിൽ കാണുന്ന ഈ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് കരിമ്പിൻ ജ്യൂസ് വാങ്ങിച്ചു കുടിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകളും. നമ്മൾക്കൊരു എനർജി കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങളിത് കണ്ടത് ഗ്രീസ്, അത് ഇരുമ്പാണ് ഈ മെഷീൻ. ഇരുമ്പിൻ്റെ മെഷീനിൽ ഗ്രീസ് തേച്ചുകൊണ്ടാണ് ആ മെഷീൻ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഗ്രീസ് അതിൽ മിക്സ് ആവുകയും ഈ ജ്യൂസിലേക്ക് വരികയും അത് കുടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ പോലുള്ള മാരക രോഗത്തിന് നമ്മുടെ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അടിമകളാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇവർക്ക് ഇപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വന്നു അത് അടപ്പിച്ചു. ഇനി വേണ്ടത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മെഷീനുണ്ട്, അത് ഉപയോഗിച്ചാൽ ഗ്രീസ് വേണ്ട. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലെ ആളുകൾക്ക് കരിമ്പിൻ ജ്യൂസ് അടിച്ചു കൊടുക്കുന്നതിന് തടസ്സമില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കരാറടിസ്ഥാനത്തിൽ ഏതോ ഒരു മുതലാളി അവർ കുറേ ആളുകളെ കൂലിക്ക് വെച്ചുകൊണ്ടാണ് ഇത്തരം ജില്ലയിലുടനീളം ഇത്തരം കരിമ്പിൻ ജ്യൂസ് കൊടുത്ത ആളുകളെ രോഗത്തിന് അടിമയാക്കി അവർ പണം സമ്പാദിക്കുന്നത്.
അതുകൊണ്ട് ഞങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിന് ഒന്നേ പറയാനുള്ളൂ, ഇത് പാണഞ്ചേരിയിലല്ല, ഒല്ലൂരല്ല, തൃശ്ശൂർ ജില്ലയിൽ എവിടെയായാലും ഇത്തരത്തിലുള്ള മിഷനിൽ ആളുകൾക്ക് രോഗികളാക്കുന്ന രീതിയിലുള്ള ജ്യൂസ് നിർമ്മിച്ച് നൽകുന്നുണ്ടെങ്കിൽ ശക്തമായ നിയമ നടപടിയും അല്ലാത്ത സമര പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.